സോഫി ഇതാ നമ്മുടെ പിറന്നാളിന് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. വേണം അമല മുത്തിന് അങ്ങോട്ട് വരൂ. കണ്ടോ പായസം കുടിക്കാൻ വരുന്ന കണ്ടോ. കുറച്ചേട്ടാ കൊടുക്കും, കാരണം എന്താ വെച്ചാൽ മധുരല്ലേ. വെയിലായാലും മഴയായാലും സന്തോഷമായാലും സങ്കടമായാലും നല്ല ദിവസമായാലും ചീത്ത ദിവസമായാലും നമ്മുടെ കൂടെ ഉള്ളൊരു സംഭവമാണ് ഈ കാണുന്ന സോഫി പെണ്ണ്. കണ്ടോ ഈ മധുരി പെണ്ണെ കുറിച്ചത്. ഓണത്തിനൊക്കെ സദ്യ ഉണ്ടാക്കുമ്പോൾ, ഓണത്തിന് മിഷനൊക്കെ സദ്യ ഉണ്ടാക്കുമ്പോൾ പിള്ളേർക്ക് സ്കൂളുണ്ടാവും ഇവിടെ ചെന്നൈയിൽ. അപ്പോൾ എൻ്റെ ആഘോഷം മൊത്തം ഇതാ ഈ പെണ്ണിൻ്റെ കൂടെ. സുന്ദരി കഴിഞ്ഞു. ഇനി വേണോ? ഇത് വേണോ? ഇനി വേണോ? അതാ കണ്ടോ സോഫി. ഇതാ ഇനി വേണോ? പായസം വേണോ? സുന്ദരി. ഓ സുന്ദരി എന്ന് വിളിച്ചാൽ നമുക്ക് പായസം വേണം നമ്മുടെ കുട്ടിക്ക്. അവള് പായസം കഴിച്ച് പായസത്തിൽ ഇച്ചിരി മധുരം കൂടിയോ എന്നൊരു സംശയം. ഇപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും നല്ലൊരു ദിവസമായിട്ട് ഞാൻ എന്താ ഇങ്ങനെ ഒരു കോലത്തിലെന്ന്. ആക്ച്വലി നിന്റെ മലയാളം ബർത്ത്ഡേ ആണ്, മലയാള മാസം, അതായത് മീനമാസത്തിലെ ചതയം. ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ഏപ്രിലാണ്. അപ്പോൾ രാവിലെ കുളിച്ചു, ഒന്ന് അമ്പലത്തിൽ പോയി വന്നു, അത്രേ ഉള്ളൂ. ചെറുപ്പത്തിലൊക്കെ അമ്മയും അമ്മമ്മയൊക്കെ എൻ്റെ പിറന്നാൾ ആഘോഷിക്കൽ, എൻ്റെ നല്ല നമ്മുടെ വീട്ടിലത്തെ എല്ലാവരും പിറന്നാൾ മലയാള മാസം മാത്രം ആഘോഷിക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചാൽ അവർക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ മലയാള മാസമാണ് അവരുടെ ഒരു കണക്ക്. അപ്പോൾ രാവിലെ നേരത്തെ എണീച്ച് അമ്പലത്തിൽ കുളിച്ച് തൊഴുത്, പിന്നെ അന്നത്തെ ദിവസം നമ്മളുടെ പേരിലെ ദിവസ പൂജയും പിന്നെ കൃഷ്ണന് പാൽപ്പായസമൊക്കെ കഴിച്ച് അമ്പലത്തിലത്തെ പായസമൊക്കെ കഴിച്ച് അതന്നെ ഉണ്ടാവും. അല്ലാണ്ട് വീട്ടിലായിട്ട് പായസം ഉണ്ടാക്കൽ എൻ്റെ ഓർമ്മയിലില്ല. അധികം അമ്പലത്തിലത്തെ പായസം തന്നെയായിരിക്കും. ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് ഇങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് ആഘോഷിക്കാൻ തുടങ്ങിയത്. ഇനിയിപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് വെച്ചാൽ അത്ര വലിയ ആഘോഷങ്ങളൊന്നുമില്ല. പിള്ളേരുള്ളതുകൊണ്ട് കേക്ക് മേടിക്കും, കേക്ക് കട്ടിങ് അത്ര തന്നെ ഉള്ളൂ. അല്ലാണ്ട് പിറന്നാളൊരു വലിയ സംഭവമാക്കി നമ്മളുടെ ജീവിതത്തിലത്തെ ഒരു വർഷം ഒരായുസ് ആണ് ആ പോണത്. അത് നമ്മൾ അത്ര കേമാക്കി ആഘോഷിക്കണ്ട എന്നുള്ളൊരു ഇതിൽ പണ്ട് മുതൽക്ക് അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ 2 പോസ്റ്റ് ഇടും, അത്രയൊക്കെ തന്നെ. അല്ലാണ്ട് വേറെ പരിപാടികളൊന്നും കാര്യമായിട്ടുണ്ടാവും. പിന്നെ ഇപ്രാവശ്യത്തെ പിറന്നാളിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ 30കളുടെ അവസാനത്തെ വർഷമാണ്. അടുത്ത വർഷം മുതൽക്ക് 40കൾ തുടങ്ങുകയായി. അപ്പോൾ അതാണ് ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത. ചെറിയ കുട്ടിയാകുമ്പോൾ വിചാരിച്ചിരുന്നു 30 വയസ്സെന്നൊക്കെ ഒരാൾക്ക് പറഞ്ഞു, അയ്യോ 30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, ജീവിതമേ കഴിഞ്ഞു എന്നുള്ള മാതിരി. പക്ഷേ ഇപ്പം തോന്നുന്നു ഈ എന്താ പറയുക 20കളും 30കളും ഒന്നുമല്ല, ഇനി വരാനുള്ള 40കളാണ് വളരെ നന്നായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. എന്തായാലും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ശരി, ബൈ.